വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പാല് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. അത് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിയുന്തോറും ഇത് കട്ടിയായി വരും. ഇപ്പോൾ നോക്കൂ, ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഫ്ലെയിം ലോയിൽ തന്നെയാണുള്ളത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്ന് ഈ ഒരു പാകത്തിനായി വരും. കുറച്ച് ലൂസായതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഒരു രീതിക്ക് കട്ടിയായി വന്ന് തുടങ്ങും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഈ ഒരു പാകത്തിനായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാകത്തിനായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ല പോലെ തന്നെ കട്ടിയായി ഒരു കൂട്ടിൻ്റെ പാകത്തിനേക്കായിട്ട് വരും. ഇപ്പോൾ നോക്കൂ, ഇത് ആ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ബട്ടർ പേപ്പർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ല നിങ്ങൾ പ്ലേറ്റിലാണെങ്കിൽ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിൻ്റെ ചൂട് ഒരല്പം ആറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാകത്തിന് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ബട്ടർ പേപ്പറിൽ തന്നെ വീണ്ടും ഒന്ന് റോൾ ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ തന്നെ ആറി വന്നോളും. ഇപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പാൽപ്പൊടിയൊക്കെ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പേടയാണ്. ഇത് ഇതുപോലെ മുറിച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.